അന്യനാട്ടിൽ കിടന്ന് മരിക്കുന്നവർ ഏറെയുണ്ട്. അത് സ്വാഭാവിക മരണമായാലും അപകട മരണമായാലും എപ്പോഴും അനവധി വാർത്തകൾ വരികയാണ്. എന്നാൽ ഒരു വിദേശ രാജ്യം ഒരു ഇന്ത്യൻ പൗരനെ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് 140 കോടിയിലേറെ ജനങ്ങളുടെയും ചോര ഒന്ന് തിളക്കുകയും അതൊരാശങ്കയിലേക്ക് വഴിമാറുകയും ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മലയാളി നിമിഷപ്രിയയുടെ കാര്യത്തിലും അതുതന്നെയാണ് കാണുന്നത്. തൂക്കുകയറും കെട്ടി ഒരു ഇന്ത്യക്കാരിയെ കാത്തിരിക്കുമ്പോൾ അതിൽ ഇടപെടാൻ തയ്യാറാകുന്നത് ഒരു മനസ്സിന്റെ വിശാലതയാണ് സൂചിപ്പിക്കുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നതും. കേരളം ഒന്നടങ്കം പ്രാർത്ഥിച്ച ഒരു വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് അവർക്കൊപ്പം നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്തപ്പോഴേ അദ്ദേഹം ഇവിടെ ബഹുമാനിക്കപ്പെടും എന്നൊരു പേടിയിൽ ഒരു വിഭാഗം ആളുകളിൽ അസ്വസ്ഥത കാണാമായിരുന്നു. അതാർക്കും ആണെന്നുള്ളത് പറയാതെ തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇങ്ങനെയുള്ള അസൂയ വരുന്നതും കുറച്ച് കൂടുതലാണ്. അതിപ്പോൾ എല്ലാം മറയും നീക്കി സുപ്രീം കോടതി വഴി പുറത്തു വന്നിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ അവരുടെ കുടുംബം മാത്രമായി ഏറ്റെടുക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതാണ് മോദി സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. അതായത് ബാഹ്യ സംഘടനകളുടെ ഒരാളുടെയും ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകരുത് എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അത് ഫലം നൽകാനിടയില്ല എന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഇരയുടെ ബന്ധുക്കളുമായി നിമിഷപ്രിയയുടെ കുടുംബം മാത്രമേ ചർച്ചകൾ നടത്താവൂ. നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിൽ കൂടി പുറത്തു നിന്നുള്ള ഒരാളും അതിൽ ഉൾപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഒരാളുടെ ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണ്, വീഴ്ചകൾ സംഭവിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിക്കും നിർബന്ധമുള്ളത് കൊണ്ട് അത് തന്നെയായിരിക്കും കോടതിയും അംഗീകരിക്കാൻ പോകുന്നത്. കേന്ദ്രം ഇങ്ങനെയൊരു നിലപാടെടുക്കാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹമില്ല. കാരണം നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെടണമെന്ന് വലിയൊരു പ്രാർത്ഥനയോടെയാണ് കാന്തപുരം ഉസ്താദ് ഇടപെട്ടതെങ്കിൽ അതേ ഉത്തരവാദിത്വത്തോടെയാണ് കേന്ദ്രവും ഇടപെടുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. അവർ കോടതിയിൽ പറയുന്നതും അത് തന്നെയാണ്. ഏതായാലും ആത്യന്തിക ലക്ഷ്യം നിമിഷപ്രിയയുടെ മോചനമാണ്. അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ് കേന്ദ്രത്തിന്റെ നിലപാട് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്താൻ അവരുടെ കുടുംബം തന്നെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നത് അവരുടെ നേതൃത്വത്തിലല്ല ആണ്. അതുകൊണ്ട് പുറത്തുനിന്നും ആരും ഇടപെടരുത്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാകുക അവരുടെ കുടുംബത്തിനാണ്. പുറത്തു നിന്നുള്ള ആരും തന്നെ ചർച്ചകളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയത്. ആർക്കും എതിരഭിപ്രായം പറയാൻ കഴിയുന്ന ഒന്നല്ല ഇത്. ജീവന്റെ പ്രശ്നമാണ്. സർക്കാർ നയതന്ത്ര ബന്ധത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടവരാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കാന്തപുരം അദ്ദേഹത്തിനുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് വധശിക്ഷക്ക് തീരുമാനിച്ച 16-ാം തീയതി എന്ന ദിവസം മാറ്റിവെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അതിനുശേഷമാണ് ഈ ചർച്ചകളെല്ലാം ചൂടുപിടിച്ചു വന്നത്. പ്രാർത്ഥനകൾക്കെല്ലാം ശക്തി കൂടിയത് അതിനുശേഷമാണ്. ശക്തിയായ പ്രാർത്ഥനകൾ നല്ല ഫലം തരും എന്നുള്ളതാണ് സത്യം. കാന്തപുരത്തിന്റെ നീക്കത്തിൽ അസൂയ തോന്നുന്നവരും കണ്ണുകടിയുള്ളവരും കേരളത്തിൽ ഉണ്ടെന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ആവശ്യം ഉന്നയിച്ചത് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും കാന്തപുരത്തിന്റെ നീക്കം ഈ രാജ്യം ശ്രദ്ധിച്ചു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഏതായാലും തീരുമാനിച്ച തീയതി കഴിഞ്ഞിട്ടും നിമിഷപ്രിയ എന്ന സഹോദരി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചില കാരുണ്യത്തിന്റെ കരങ്ങൾ ഉണ്ടെന്നത് ആരും മറക്കരുത്.